എല്ലാവർക്കും നമസ്കാരം. ലിജിയാസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് തിരുവാതിര സ്പെഷ്യൽ കൂവപ്പായസമാണ്. കടയിൽ നിന്നും വാങ്ങിച്ച കൂവപ്പൊടിയാണിത്. ഇത് 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു ബൗള് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഏലക്കായ പൊടിച്ചത് 1/4 ടേബിൾ സ്പൂണ്, 1 ടേബിൾ സ്പൂൺ നെയ്യ്, ശർക്കര ഉരുക്കിയത് 1 ബൗള്. ഒരു പാത്രത്തിലേക്ക് കൂവപ്പൊടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇതിലേക്ക് മൊത്തം ഞാൻ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കുക. സ്റ്റൗ ഓൺ ചെയ്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഇനി നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം, അടി പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കുറുകി വരുന്ന കൂവപ്പായസത്തിലേക്ക് 1 ബൗള് തേങ്ങ ചിരകിയത് ചേർത്ത് എല്ലാ ഭാഗത്തേക്കും ഇളക്കി യോജിപ്പിക്കണം. ഇതിലേക്ക് ഏലക്കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. കൂവപ്പായസം ഇവിടെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. തിരുവാതിര വ്രതമെടുക്കുമ്പോൾ വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണിത്. സാധാരണ ദിവസങ്ങളിലും ഇത് ഉണ്ടാക്കാം. കൂവ ശരീരത്തിന് വളരെ ഹെൽത്തിയാണ്. തിരുവാതിര സ്പെഷ്യൽ കൂവപ്പായസം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് വളരെ രുചികരമായ പായസമാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു എപ്പിസോഡുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.